ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മളും ഒരു ഡ്രോൺ വാങ്ങിച്ചു. അപ്പോൾ ഈ ഡ്രോണിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്താണ് ഐഷു ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട, ഐഷു ആണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതിന് ശേഷം ഈവനിങ്ങിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ ഡ്രോൺ വാങ്ങിച്ചതും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫി ടീമിൻ്റെ കയ്യിലും വീഡിയോഗ്രാഫി ടീമിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട്സ് ഒക്കെ തരുന്ന പോലത്തെ ഒരു ഡ്രോണല്ല, ചെറിയൊരു ടോയ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡ്രോണാണ് ഇത്. നമ്മുടെ DJI Mavic Mini എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മോഡൽ ഡ്രോണിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു കോപ്പി എന്നൊക്കെ പറയാം. അങ്ങനെ പെടുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് വളരെ ചെറിയൊരു ടോയ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡ്രോണാണ്. നമ്മൾ യാനുവിന് ടോയ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ ആ ഷോപ്പിൽ കണ്ടിട്ട് നമ്മൾ ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിച്ച ഒരു ഡ്രോണാണിത് കേട്ടോ. ഒരു 14 ഏജ് പ്ലസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് കുറച്ച് റിസ്കി ആയിട്ടുള്ള, അതായത് കുറച്ച് ഹാൻഡ്ലിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ ആളുടെ മേത്തൊക്കെ അത് ഫ്ലൈ ചെയ്യുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു ടോയ് തന്നെയാണ്. സോ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അഡൽട്ട് സൂപ്പർവിഷനിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഇത് ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നും ഇതെങ്ങനെ ഫ്ലൈ ചെയ്യുക എന്നുള്ളതും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, നമ്മൾ ആൾറെഡി തുറന്ന് ഫ്ലൈ ഒക്കെ ചെയ്ത് നോക്കിയതാണ്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കവറിങ് കേസിലാണ് ഇത് വരുന്നത്. അതിനകത്ത് നമുക്ക് 2 എക്സ്ട്രാ ലീഫുകൾ തന്നിട്ടുണ്ട്. ലീഫ് മാറ്റാനുള്ള ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൈൻഡ് ഓഫ് ടൂള് തന്നിട്ടുണ്ട്. പിന്നെ 4 ലീഫിനുള്ള ഒരു പ്രൊട്ടക്ടർ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഡ്രോൺ. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെഗ്സൊക്കെ ഉള്ള ഒരു ഡ്രോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു ബാറ്ററി, പിന്നെ ഒരു ബാറ്ററി ആൾറെഡി ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ 2 ബാറ്ററിയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. പിന്നെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു ചാർജിങ് കേബിളും വരുന്നുണ്ട്, ഒരു റിമോട്ട് കൺട്രോളും വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ പാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലൈ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഈ ഡ്രോണ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മളിത് ജസ്റ്റ് ഫ്ലൈ ചെയ്ത് പഠിക്കാനും അതിൻ്റെ ഒരു ഫീല് കിട്ടാനൊക്കെ വേണ്ടി വാങ്ങിച്ചതാണ്. യാനുവിന് ഇത് ടോയ് ആണെന്നുണ്ടെങ്കിലും യാനുവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ടോയ് ഒന്നും അല്ല. അവനിപ്പോൾ അതിനുള്ള പ്രായമായിട്ടും ഇല്ല. ഈ ഡ്രോണിനെയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രായവും ആയിട്ടില്ല. ഇനി വലുതാവുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ബട്ട് നമുക്ക് ഇനി ഭാവിയിൽ ഒരു ഡ്രോണൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എങ്ങനെ ഫ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാവാനും അതിൻ്റെ ഒരു കൗതുകം കൊണ്ടും നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഡ്രോൺ. ഇതിൽ നമ്മൾ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ നമുക്ക് ക്യാമറയുടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു റിമോട്ട് കൺട്രോളിലാണ് നമ്മൾ ഈ ഡ്രോണിനെ ഫ്ലൈ ചെയ്യേണ്ടത്. ഈ 2 ജോയ്സ്റ്റിക്സും പിന്നെ ഫൈൻ കൺട്രോൾസിന് കുറച്ച് ബട്ടൺസും ഉണ്ട്. നമുക്ക് വീഡിയോൻ്റെ ഇത് നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡ്രോണിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. ഈ ജോയ്സ്റ്റിക്കിനെ മുകളിലോട്ട് പ്രസ് ചെയ്താൽ നമ്മുടെ ലീഫുകൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒന്നും കൂടെ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ തുടങ്ങുക. ആൻഡ് ഇത് ലെഫ്റ്റ് ടു റൈറ്റ് തിരിക്കുന്ന സമയത്ത് ഡ്രോൺ റൊട്ടേറ്റ് ആവും. ആൻഡ് യോൺ ലെഫ്റ്റ്, യോൺ റൈറ്റ്, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ, ബാക്കിലോട്ട് മൂവ് ചെയ്യാനൊക്കെ ഈ സൈഡത്തെ ജോയ്സ്റ്റിക്കുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഫീച്ചറായ 360 ഫ്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോയിൽ എത്രത്തോളം അത് കാണുന്ന അറിയില്ല, എന്നാലും നമ്മളൊന്ന് കാണിക്കാൻ ട്രൈ ചെയ്യാം.
അപ്പോൾ അതാ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആവാറായി എന്ന് പറയാം. 6 ലൈറ്റൊക്കെ നന്നായി പോയി. എത്ര നേരം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ നമ്മൾ വീഡിയോ പർപ്പസ് കഴിഞ്ഞിട്ട് പിന്നെ കൗതുകത്തിന് കുറച്ചു നേരം ഇങ്ങനെ ഇതെന്തൊക്കെ ചെയ്യുന്നു നോക്കി കുറച്ച് ഫ്ലൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയതാണ്. അപ്പം എന്തായാലും എനിക്കിതിൽ വലിയ കൗതുകമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് നല്ല കൗതുകം തന്നെ. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട് തന്നെ വാങ്ങിച്ചതാണ്, വേണം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള വാക്ക് തർക്കത്തിനൊക്കെ ശേഷം വാങ്ങിയതാണ്. യാനുവിന് അതെന്താ വെച്ചാൽ ഇപ്പോൾ അതൊരു 14+ ഏജ് ആണ് അവർ തന്നെ അതിൽ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് 14+ ഏജിലൊക്കെ ഉള്ളവർക്ക് 14 ഏജിലുള്ളവർക്ക് തന്നെ ഒരു അഡൽട്ട് സൂപ്പർവിഷനിൽ ഫ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് റിസ്ക്കിയാണ്. അതിൻ്റെ ബ്ലേഡ്സൊക്കെ, അതായത് പ്രൊപ്പലർസൊക്കെ ഭയങ്കര ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ആവുന്നത്. ആൾക്കാരുടെ മേത്ത് കൊണ്ടുവച്ചാൽ നല്ല പരിക്കുകൾ പറ്റാൻ സാധ്യതയുള്ളൊരു സാധനം തന്നെയാണ്. സോ 14 വയസ്സിന് മേലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അഡൽട്ട് സൂപ്പർവിഷനിൽ ഭയങ്കര കോഷ്യസ് ആയിട്ട് തന്നെ ഫ്ലൈ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മളെന്തോ ഫ്ലൈ ചെയ്ത് കാണിച്ചപ്പോഴും അവനത് എന്തോ ഒരു അത്ര അറിയാറായിട്ടില്ലല്ലോ. അപ്പൊ എന്തോ ഒരു പക്ഷി പോലെ അവനെന്തോ പേടിയുള്ള രീതിയിലാണ് അതിനോട് റിയാക്ട് ചെയ്തത്. ഇനി പതുക്കെ അത് കാണിച്ച് അതിനോടുള്ള ആ ഒരു പേടി മാറ്റണം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചത് ഇവിടെ ഉള്ള ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ്. ലോക്കൽ ടോയ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പല സാധനങ്ങളും ഉള്ളൊരു മംഗള എന്ന് പറഞ്ഞിട്ട് സേലത്തുള്ളവർക്ക് അറിയാൻ പറ്റും. മംഗളയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ബട്ട് ഇതിൻ്റെ പല മോഡൽസും നമുക്ക് ഓൺലൈനായിട്ട് ആമസോണും അതുപോലെ പല വെബ്സൈറ്റ് വഴിയും അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് നമ്മൾ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ടോയ് ഷോപ്സിലും അന്വേഷിക്കാം ഈ ഒരു ഡ്രോൺ കിട്ടുമെന്നുള്ളത്. ഈ നമ്മൾ വാങ്ങിച്ച ഒരു ഡ്രോണിൻ്റെ സ്പെസിഫിക് പേരെന്ന് പറഞ്ഞു വെച്ചാൽ E99 Pro എന്നാണ് പേര്. അതിന് പ്രത്യേകിച്ച് ബ്രാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു മോഡലിനുള്ള പേര് പല ബ്രാൻഡുകളും ഇതേ മോഡൽ ഇറക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് റിസർച്ച് ചെയ്തപ്പോൾ. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക്സിൽ വാങ്ങിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ടോയ് ഷോപ്സിലൊക്കെ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യാം, അവൈലബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വീഡിയോ നിർത്താം, കാരണം നല്ല ചൂടാണ് കേട്ടോ. സേലത്ത് ഈവനിങ് ആയാലും നല്ല ചൂടാണ്. അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ്. ചൂട് നന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നതാണ്, ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരണം. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ 2 പേരുടെയും ഇൻസ്റ്റാഗ്രാം പേജിലും കയറി അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.